ചാനലിലെ അച്ചാങ്കമ്മച്ചമ്മർക്കും സബാസ് നമ്മളിന്ന് വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ ബസ് സിമുലേറ്റർ കാച്ചിയൽപ്പുളി കട്ടപ്പുളി വീഡിയോ ആയിട്ടാണ് ഗൈസ്. അപ്പോൾ നമ്മളിന്ന് ഗൈസ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉള്ളതെന്ന് വെച്ചാൽ 2 ചെറിയ മിനി ട്രാവലേഴ്സാണ്. എന്ന് വെച്ചാൽ നോർമൽ ട്രാവലേഴ്സാണ് ഗൈസ്. ഞാനപ്പോൾ ഇന്ന് വിചാരിച്ചു അങ്ങ് ഏറ്റവും മോഡിഫിക്കേഷൻ ആയിട്ടുള്ളൊരു ഹ്യൂജ് ട്രാവലർ നമുക്ക് എടുക്കാൻ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഗൈസ് അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് എടുക്കണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഗൈസ് ഞാനാണെങ്കിൽ രാവിലെ അർജുൻ്റെ വീട്ടിൽ പോയപ്പോഴത്തേക്ക് അർജുനാണെങ്കിൽ കിടന്ന് ഭയങ്കര ഉറക്കം ഗൈസ്. ചെറുക്കനെ വിളിച്ചിട്ട് എണ്ണിക്കുന്ന പോലും ഇല്ലായിരുന്നു ഗൈസ്. അത്രയ്ക്ക് ഉറക്കമായിരുന്നു ഗൈസ് പുള്ളി. പിന്നെ ഞാൻ രാവിലെ കുത്തിപ്പൊക്കിയൊക്കെ വിളിച്ചുകൊണ്ട് വന്ന് എന്തുവാണ് രാവിലെ മര്യാദക്ക് കിടന്ന് ഉറങ്ങുമായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് വന്ന് അണ്ണം വന്ന് കുത്തിപ്പൊക്കി. ഇരിക്കട്ടെ അണ്ണ. ഈ വെളുപ്പം കാലത്തൊക്കെ തന്നെ ട്രാവലർ എടുക്കാൻ പോകുന്നു. എടോ പിന്നെ ട്രാവലറൊക്കെ എടുക്കണമെങ്കിൽ കുറച്ച് വെളുപ്പം കാലത്തേക്ക് ഇരിക്കട്ടെന്ന്. അണ്ണൻ അതിനെന്തിനാണ് ഈ 4 മണിക്കൊക്കെ വിളിച്ചോണ്ട് വന്നത്? കുഴപ്പമില്ലടാ, ഇരിക്കട്ടെന്ന്. ഇനി അങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ. അങ്ങനെ പറയട്ടെ അണ്ണ. പിന്നെ ഏത് ട്രാവലറാണ് എടുക്കാൻ പോകുന്നത്? എടാ നമ്മൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ നിനക്കറിയാലോ 2 നോർമൽ ട്രാവലേഴ്സാണ് ഇരിക്കുന്നത്. ആണണ്ണ. എടാ അത് നമ്മൾ വലിയ ഹ്യൂജ് അങ്ങേയറ്റം കിടുക്കാച്ചി മോഡിഫിക്കേഷൻ ആയിട്ടുള്ള ഒരു ട്രാവലറാണ് എടുക്കാൻ പോകുന്നത്. ഓക്കെ അണ്ണ, ഓക്കെ അണ്ണ. പിന്നെ ആ ട്രാവലറിൽ പിന്നെ സ്റ്റിക്കറൊന്നും ചെയ്യണ്ടായോ? അവിടെ സ്റ്റിക്കറൊക്കെ ചെയ്യണം അണ്ണ. മോഡിഫിക്കേഷൻ നമ്മൾ തന്നെ ചെയ്യണ്ടായോ? കമ്പനി തന്നെ ചെയ്തു തരുമോ? എടാ കമ്പനി വണ്ടി മാത്രം ഇറക്കത്തുള്ളൂ. അത് അവരുടെ ആ ഷോറൂമിൻ്റെ പ്രത്യേകതയാണ്. അവർ ആ ഷോറൂമിൽ കൊണ്ടുവരുന്ന വണ്ടിയെല്ലാം അങ്ങ് ഒറ്റ മോഡിഫിക്കേഷൻ ആയിട്ട് അവർ തരത്തുള്ളൂ. ഓക്കെ അണ്ണ, ഓക്കെ അണ്ണ. ഷോറൂം എവിടാ? ഇവിടുന്ന് കുറച്ച് പോകണോടാ അണ്ണ. ഞാൻ രാവിലെ ആയിട്ട് വരുന്നതല്ലേ ഉള്ളൂ. ഓക്കെ അണ്ണ, ഓക്കെ. ഈ രാവിലെയൊക്കെ അണ്ണ അവർ ഷോറൂമൊക്കെ തുറന്ന് നോക്കൂ. തുറക്കൂടാ, ഇത് കുറച്ച് ദൂരമുണ്ട്. അതല്ലേ നിന്നെ രാവിലെ വന്ന് വിളിച്ചത്. നമ്മൾ അല്ലേ രാവിലെ ആകുമ്പോൾ ഇവിടുന്ന് പോവുകയാണെങ്കിൽ ഉച്ചയാവടത്തില്ല. രാത്രി വല്ലതൊക്കെ ആവടത്തില്ല അണ്ണ. അത്രയ്ക്ക് ദൂരമുണ്ടോ? അതുകൊണ്ടല്ലേ രാവിലെ നിന്നെ കുത്തിപ്പൊക്കിയത്. ഓക്കെ അണ്ണ, ഓക്കെ. പിന്നെ ആ ട്രാവലർ ഇട്ട് ട്രിപ്പൊന്നും പോകുന്നില്ല അണ്ണ. ട്രിപ്പൊക്കെ ഇഷ്ടം പോലെ പോകുന്നു, പേടിക്കണ്ട. ഓക്കെ അണ്ണ, ഓക്കെ. ഇതേത് റോഡടാ അണ്ണ? ഈ മാപ്പ് വഴി പോകുന്ന റോഡിലല്ലേ അണ്ണ പോകുന്നത്? അണ്ണ മാർക്ക് ചെയ്തിട്ടേക്കുന്നില്ലേ? അതുവരെ അങ്ങ് പോവും. ഓക്കേടാ, ഓക്കെ അണ്ണ. ഇവിടെ ഒന്നും ഇല്ല, വണ്ടികൾ മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. സൈഡെല്ലാം കുറ്റിക്കാട്. അതൊന്നും എനിക്കറിയത്തില്ലടാ ഫുള്ള്. ഓക്കെ അണ്ണ. അണ്ണ മഴ പെയ്യുന്നുണ്ട. വൈപ്പർ ഇടണ്ണ. ഇടാടാ അണ്ണ, വൈപ്പർ ഇടണ്ണ. എടാ ഇടാടാ അണ്ണ. അണ്ണൻ എന്താണ് വൈപ്പർ ഇടാത്ത? ഇടാൻ വെയിറ്റ് മതിയാ? ആണ, മതി. ഇപ്പൊ ഗ്ലാസ് മൊത്തം ക്ലീനായി. ഓക്കേടാ അണ്ണ. ബ്രിഡ്ജൊക്കെ ഉണ്ടല്ലോ അവിടെ. ആടാ അതുവരെയൊക്കെ നമ്മൾ പോകുന്നത്. അണ്ണ ഇതുവരെ സ്ഥലം എത്തിയില്ലേ? കുറച്ച് ദൂരമായല്ലോ. ആടാ ഇതുവരെ എത്തിയില്ല, കുറച്ചങ്ങോട്ട് പോകണം. നമ്മൾ സിറ്റി കയറിയില്ലേ? ഇവിടുന്ന് കുറച്ചുകൂടെ അങ്ങോട്ട് പോകുമ്പോൾ ഷോറൂം എത്തും. സിറ്റിയല്ലേ ഒരു സ്ഥലമാണിത്. ഇവിടുന്ന് കുറച്ച് പോകണം, എന്നാൽ മാത്രമേ നമ്മുടെ ആ സ്ഥലം എത്തത്തുള്ളൂ. ഓക്കെ അണ്ണ, ഓക്കെ. അണ്ണ ഇതുവരെ എത്തിയില്ലയോ? എടാ പൊട്ട, നിൻ്റെ അടുത്തല്ലേ ഇവിടെ പറഞ്ഞ കുറച്ച് ദൂരം കൂടെ ഉണ്ട് അവിടെ എത്തണമെന്ന്. ഗൈസ് ഇത് ഇവരുടെ ഷോറൂമിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവരും ഫുള്ള് മോഡിഫിക്കേഷൻ ചെയ്തിട്ട് നമ്മൾ വണ്ടി തരത്തുള്ളൂ. നമ്മൾ പറഞ്ഞിട്ടാണ് ഗൈസ് വണ്ടി മേടിക്കുന്നത്. ഓക്കെ അണ്ണോ, അണ്ണായി. ഹലോ അണ്ണായി. എന്താടാ? കുറച്ച് സ്പീഡ് കുറച്ച് പോകണ, തെറിച്ച് പോകുന്നു. സ്പീഡ് കുറ.
ഓക്കേടാ ഓക്കെ. ഈ ലോറിക്കാരൻ മാറി തരുന്നത് ഞാൻ എങ്ങനെ പോന്നേ? അങ്ങേരോട് മാറാൻ പറയണം. ഞാൻ പറഞ്ഞിട്ടൊന്നും അങ്ങനെ കേൾക്കത്തൊന്നുമില്ല, നീ മിണ്ടാതിരിയുടെ. ഓക്കെ അണ്ണ ഓക്കെ. പിന്നെ അണ്ണൻ പറഞ്ഞാലല്ലോ CJ ഒക്കെ വിളിച്ചോണ്ട് വരാമെന്ന്. CJ എന്നിട്ട് വന്നില്ലല്ലോ. CJയോ? അണ്ണാ CJ. അവനാണെങ്കിൽ യൂട്യൂബിൻ്റെ എന്തോ ഇതുണ്ടെന്ന് പറഞ്ഞിട്ട് അവൻ അങ്ങോട്ടങ്ങാണ്ട് പോയടാ. അങ്ങോട്ടങ്ങാണ്ടോ എടാ, യൂട്യൂബിൻ്റെ എന്തോ പരിപാടിക്ക് പോയിട്ടുണ്ടോ അവൻ. അതുകൊണ്ട് ഇന്ന് വരാനൊക്കത്തില്ലെന്ന് അവൻ പറഞ്ഞായിരുന്നു. നിൻ്റെ അടുത്ത് പറയാൻ ഞാൻ മറന്നുപോയി. ഓക്കെ അണ്ണ ഓക്കെ ഓക്കെ. അണ്ണൻ എന്നാലും എൻ്റെ അടുത്ത് പറയണമായിരുന്നു. അണ്ണ നല്ല പരിപാടിയാണ് കാണിച്ചു, കൊള്ളാണ്ണ. എടാ അവൻ ഇന്ന് ഇപ്പോഴും കണ്ടങ്ങാണ്ടാടാ വിളിച്ച് പറഞ്ഞത്. നീ എന്തൂത്തെയാടേ പറയുന്നത്? ഓക്കെ അണ്ണ ഓക്കെ ഓക്കെ. ചൊറി. ഞാൻ ഇന്നലെ പറഞ്ഞ് ചൊറിയാണെങ്കിൽ പോയിരുന്ന് ചൊറിയായി. എന്തുവാണ് ഇങ്ങനെയൊക്കെ ചൊറി എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? എടാ പോടാ അർജുനെ. ഓക്കെ അണ്ണ ഓക്കെ ഓക്കെ. എടാ നീ എപ്പോൾ നോക്കിയില്ലേ? ഓക്കെ അണ്ണ ഓക്കെ ഓക്കെ. ഇങ്ങനെയാണോ അണ്ണൻ ഉദ്ദേശിച്ചത്? ആടാ നിനക്കെങ്ങനെ മനസ്സിലായി? അതൊക്കെ മനസ്സിലായി. ഗുഡ് ബോയോ? അല്ലാണ്ട ബാഡ് ബോയ്. എന്തൊന്നും ഇടയ്ക്കാണ് പറയുന്നത്? ഈ ലോറിക്കാരെന്താണ് മാറിത്തരാത്ത? ഇങ്ങേർക്ക് വയ്യേ? അങ്ങേർക്ക് വയ്യറിയൊന്നുമില്ല, നീ മിണ്ടാതിരുന്നേ. അങ്ങനെ ചാടി വന്ന് നിന്നെ പറത്തി അടിച്ചോണ്ട് പോകും. എന്തുവാടെ ഈ പറയുന്നത്? ചാടി വന്ന് പറത്തി അടിച്ചോണ്ട് പോകും അങ്ങേരാരും സൂപ്പർമാനും. സൂപ്പർമാനൊന്നുമില്ല, ചിലപ്പോൾ സ്പൈഡർമാനായിരിക്കും. നീ മിണ്ടാതിരിയോടെ. ഓക്കെ അണ്ണ ഓക്കെ ഓക്കെ. എടാ നിൻ്റെ അടുത്ത് പറഞ്ഞ് എപ്പോൾ നോക്കിയാലും ഓക്കെ അണ്ണ ഓക്കെ ഓക്കെ എന്നും പറഞ്ഞുകൊണ്ടങ്ങ് ഇരിക്കും. സോറി അണ്ണ, ഇനി ഞാൻ പറയത്തില്ല. ഓക്കെ സെറ്റ്. ഓക്കെ ഓക്കെ. അണ്ണൻ എന്തിനാണ് ഇപ്പോൾ ഓക്കെ ഓക്കെ പറഞ്ഞേ? അല്ല ചുമ്മാ ഒരു രസം. ഓക്കെ അണ്ണ. പിന്നെ എടാ ഇവിടുന്ന് കുറച്ചധികം ദൂരമുണ്ട് കേട്ടോ. അണ്ണാ കുറേ അധികം ദൂരമുണ്ട് ഇവിടെ. ഞാൻ ഇവിടെ എങ്ങാണ്ടാടാ അർജുൻ്റെ ഷോറൂം. ഇവിടാന്നറിയത്തില്ല. ഇവിടെ മൊത്തം കുഞ്ഞു വീടുകളാണ്. കുഞ്ഞു വീടുകളോ? എന്തുവാടെ ഈ പറയുന്നത്? ചെറിയ വീടാണെന്നാടാ പൊട്ട ഉദ്ദേശിച്ചത്. അങ്ങനത്തെ ഭാഷ അല്ലാതെ ഈ ഐറ്റാവളി ഭാഷയിലൊക്കെ പറഞ്ഞാൽ ഞാനെങ്ങനെ മനസ്സിലാക്കാൻ? അവൻ്റെ ഐറ്റാവളി. നീ ഉണ്ടാതിരുന്നു. ആ ഷോറൂം കണ്ടുപിടിച്ചോട്ടെ. അർജുന ഷോറൂമിൻ്റെ സ്ഥലം എത്തിയെന്നാണ് തോന്നുന്നത് കേട്ടോ. എത്തി. എനിക്ക് ആ ട്രാവലർ കാണാണ്ട് എക്സൈറ്റ്മെൻറ്റില്ല ഞാൻ. എക്സൈറ്റ്മെൻറ്റിൽ. ഓക്കെ ഓക്കെ. നമുക്ക് ഇവിടോട്ടങ്ങനെ വണ്ടി പാർക്ക് ചെയ്യാം കേട്ടോ. അണ്ണ ഇവിടെ ഒരു വരി കാണുന്നുണ്ടല്ലോ, അവിടെ അങ്ങോട്ട് കൊണ്ടുപോയി വണ്ടി പാർക്ക് ചെയ്യാം നമുക്ക്. ഓക്കെ അണ്ണ. ഇവിടെ തടി കിട്ടുന്ന സ്ഥലമാണ്. ആടാ നമുക്കിപ്പോൾ വളച്ചെടുക്കണം. അവിടെ ഇവിടോട്ടെങ്ങാണോ വണ്ടി ഇടാം. ഓക്കെ, എന്നിട്ട് നമുക്ക് ചെല്ലാം. ഇവരുടെ അടുത്ത് പറയാം നമുക്ക് എന്നിട്ട്. ഓക്കെ അണ്ണ. അങ്ങനെ നമ്മൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഇനി നേരെ ഷോറൂമിലോട്ട് പോകണം. ഷോറൂമിലല്ല ഗൈസ്, അവരൊരു സ്ഥലത്താണ് വണ്ടി കൊണ്ടിട്ടേക്കുന്നത്. ഇനി അവിടെ ചെന്നിട്ട് കാണാം. അങ്ങനെ ഗൈസ് വണ്ടി കിടക്കുന്ന സ്ഥലത്ത് അങ്ങനെ ഞങ്ങൾ എത്തി ഗൈസ്. എന്നാ വണ്ടി അവിടെ ആണ്? ഇവിടെ ഒരു സ്ഥലവും കാണുന്നില്ലല്ലോ. വണ്ടി അവിടെ ഉണ്ട്, നമുക്ക് ചെല്ലണം. ഓക്കെ അണ്ണ ഓക്കെ. അപ്പോൾ ഗൈസ് ഇനി ഇവിടുന്ന് അങ്ങോട്ട് ചെല്ലുമ്പോൾ വണ്ടി കാണാം ഗൈസ്. നിങ്ങൾക്ക് വണ്ടി ഇപ്പോൾ കാണിച്ചു തരാം ഗൈസ്. നമ്മളപ്പോൾ കുറച്ചുകൂടെ അങ്ങോട്ട് പോകണം, എന്നാലും മാത്രമേ നമ്മളെ വണ്ടി കാണാനൊക്കെ. ഓക്കെ ഗൈസ്, സ്റ്റാൻഡ് കിടക്കുന്ന ഗൈസ്. ഇതാണ് ട്രാവലർ നമ്മുടെ. അണ്ണാ പോളി ട്രാവലർ. പക്ഷേ വീലൊക്കെ ഇപ്പം എന്താണ് ഇങ്ങനെ ഇരിക്കുന്നത്? അതൊന്നും എനിക്കറിയത്തില്ല. നമുക്ക് ഇവിടുത്തെ ആളെടുത്ത് ചോദിക്കാം. നീയോ? അണ്ണനാണോ ഈ ട്രാവലറിൻ്റെ ഓണർ? ആടാ കിങ്ങേ, ഈ ട്രാവലറിൻ്റെ ഓണറും ഞാനാ, ഈ ഷോറൂമിൻ്റെ ഓണറും ഞാനാ. അണ്ണൻ എത്ര രൂപയ്ക്ക് ഈ ട്രാവലർ കൊടുക്കാൻ പോകുന്നത്?
എടാ കിങ്ങേ, ഒരു 50 ലക്ഷം രൂപയ്ക്കാണ് ഞാൻ കൊടുക്കുന്നത്. ഓക്കെ ആണ്, അത്രേ ഉള്ളൂ. വേണ്ട 50 ലക്ഷം രൂപ. അപ്പം ഞാൻ ട്രാവലറും കൊണ്ട് പോവാം. ശരി എന്നാ. ഓക്കേടാ കിങ്ങേ. എന്നാ ചാവി, വണ്ടിയും കൊണ്ട് നീ പൊക്കോ. ശരി. അങ്ങനെ ഗൈസ് എല്ലാം പറഞ്ഞ് സെറ്റാക്കി ഇനി നമ്മൾ വണ്ടിയും കൊണ്ട് പോവാണ് ഗൈസ്. ഓക്കെ, വണ്ടി ഒരു രക്ഷയില്ല ഗൈസ്, കിട്ടിക്കാച്ചി വണ്ടിയാണ്. അങ്ങനെ ഗൈസ് വണ്ടി നമ്മുടെ കിട്ടിയിരിക്കുകയാണ്. അണ്ണാ വണ്ടി ഓടിച്ചിട്ട് എങ്ങനെ ഉണ്ടണ്ണ? സ്മൂത്ത് വണ്ടിയാണ്. ആടാ കിടുക്കാച്ചി വണ്ടി. ഇനി ഗൈസ് ഇനിയും ഈ വണ്ടി കൊണ്ട് നമ്മുടെ വീട്ടിൽ പോകണം. ഇനി വീട്ടിൽ ചെന്നിട്ട് കാണാം. അങ്ങനെ ഗൈസ് നമ്മുടെ വണ്ടി ഒരു ഇരുട്ടത്തുള്ള സ്ഥലത്ത് കൊണ്ടിട്ടേക്കാണ് ഗൈസ് നമ്മുടെ. അപ്പോൾ ഗൈസ് ഇനി നമ്മുടെ വണ്ടിയുടെ ലുക്ക് കാണിച്ചു തരാം ഗൈസ് നിങ്ങൾക്ക്. കണ്ടോ ഗൈസ്, ലൈറ്റ് സെറ്റപ്പ് ഓണാക്കി ഇട്ടപ്പോൾ കിട്ടുക്കാച്ചി ഇട്ടുണ്ട്. ഇതൊന്നും കല്ല ഗൈസ് നമ്മുടെ വണ്ടിയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇതിലും ഇതാണ് ഗൈസ്. ഓക്കെ, ഇത് കാണിച്ചു തരാം. ഫസ്റ്റ് ഫ്രണ്ട് ലുക്ക് തന്നെ നോക്കുക, മത്ത് ലുക്കാണ്. പിന്നെ സൈഡ് വ്യൂ ഒരു രക്ഷയില്ലൊക്കെ ഉള്ളതാണ്. അകത്ത് പിന്നെ ലേസറും കാര്യങ്ങളൊക്കെ ഉണ്ട് ഗൈസ്. പിന്നെ ഗൈസ് ബാക്ക് വശം പൊന്നോളിയെ മറ്റേ DJ സെറ്റപ്പ് ഒക്കെ ചെയ്ത് കിടക്കാച്ചിയാക്കി വെച്ചേക്കുവാണ് ഗൈസ്. ഓക്കെ, ഡോറൊക്കെ നമുക്ക് ഇവിടെ തുറക്കാനെല്ലാ കാര്യങ്ങളൊക്കെ സെറ്റാണ് ഗൈസ്. പൊന്നോളി ഒരു രക്ഷയില്ലാത്ത വണ്ടിയാണ് ഗൈസ്. അപ്പോൾ ഗൈസ് ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത ദിവസം അടുത്തൊരു പുതിയ വീഡിയോ വരുന്നവരേക്കും ബൈ.